വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഇന്ന് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചപ്പോൾ എന്താണ് ചിന്തിച്ചത്? ഇതിനൊരു അന്ത്യമില്ലേ എന്നാണോ? ഈ വിലക്കയറ്റം എവിടെയാണ് അവസാനിക്കുക എന്നാണോ? അതോ 130-ലാണോ 150-ലാണോ 200-ലാണോ ഇത് ചെന്ന് എത്തി നിൽക്കുക എന്നാണോ? കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് ഇന്ധനവില കുതിച്ചുയർന്നത്. രാജ്യത്തെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും ഇന്ധനവില 100 കവിഞ്ഞു. 2 ലക്ഷം രൂപ മാസവരുമാനമില്ലാത്ത എല്ലാ സാധാരണക്കാരും ചോദിക്കുന്നത് ഇത് എപ്പോൾ അവസാനിക്കും, എപ്പോൾ വില താഴേക്ക് എത്തും എന്ന് തന്നെയാവും. ഇന്ധനവില കൂടുന്നതിന് കാരണം ക്രൂഡ് ഓയിൽ വിലയാണെന്നാണ് സർക്കാർ നമ്മളോട് പറയുന്നത്. എന്നാൽ അതിനപ്പുറം പറയപ്പെടാത്ത ഒരു വലിയ സത്യമുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞ സമയമുണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും ഇന്ധനവില കുറഞ്ഞിട്ടില്ല. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ അതുകൊണ്ട് ലാഭം കൊയ്ത സർക്കാർ നഷ്ടം വന്നപ്പോൾ അത് സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഈ വില നിർണ്ണയിക്കപ്പെടുന്നതെന്ന് ആദ്യം പറഞ്ഞുതരാം. ഈ ക്രൂഡ് ഓയിലിന്റെ വില, വിനിമയ നിരക്ക്, റിഫൈനിങ് ചാർജ്, കമ്പനി മാർജിൻ, ഒപ്പം സർക്കാർ ചുമത്തുന്ന നികുതി, ഇതില് സർക്കാർ ചുമത്തുന്ന എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും മാത്രം കണക്കാക്കിയാൽ നമ്മൾ പെട്രോൾ നൽകുന്ന തുകയുടെ പകുതിയിലധികവും പോകുന്നത് സർക്കാരിലേക്കാണ്. വില കുറഞ്ഞിരുന്ന സമയത്ത് ഈ നികുതി പണം വഴി സർക്കാർ ഖജനാവിലേക്ക് വലിയൊരു തുക തന്നെ സമാഹരിച്ചിരുന്നു. കോവിഡ് കാലത്ത് മാത്രം ഇന്ധന നികുതിയിലൂടെ സർക്കാർ നേടിയത് 11 ലക്ഷം കോടി രൂപയോളമാണ്. എന്നിട്ടിപ്പോ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോ ജനങ്ങളെ സഹായിക്കാൻ എന്തുകൊണ്ട് ആ പണം ഉപയോഗിക്കുന്നില്ല? ആ പണം ഉപയോഗിച്ച് എന്തുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു കരുതൽ ശേഖരം അഥവാ ബഫർ ഫണ്ട് ഒരുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല? ഇവിടെയാണ് സർക്കാർ ഒരു നൈതികമായ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി നമ്മൾ കോടിക്കണക്കിന് രൂപ ലാഭിച്ചിട്ടുണ്ട്. ആ ലാഭം എവിടെയാണ് ചെലവാക്കിയത്? വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്കോ അതോ ഡിഫൻസ് സ്പെൻഡിങ്ങിനോ വേണ്ടി ആ പണം ഒഴുക്കിയപ്പോ സാധാരണക്കാരന് ഒരു കരുതൽ ശേഖരം ഒരുക്കാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറായില്ല? ഇന്നൊരു എമർജൻസി സാഹചര്യം വന്നപ്പോൾ അമേരിക്കയും ചൈനയും പോലുള്ള രാജ്യങ്ങള് മാസങ്ങളോളം പിടിച്ചു നിൽക്കാൻ പാകത്തിന് കരുതൽ ശേഖരം സൂക്ഷിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരാഴ്ചത്തെ ഇന്ധന ഉപഭോഗത്തിനുള്ള കരുതൽ മാത്രമേ ഉള്ളൂ. ഈ മാനേജ്മെന്റ് പാളിച്ചയുടെ വിലയാണ് ഓരോ തവണ പമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇതുകൊണ്ടും തീർന്നില്ല. എണ്ണ കമ്പനികൾ കഴിഞ്ഞ വർഷം നേടിയത് 77,000 കോടി രൂപയുടെ ലാഭമാണ്, അതായത് 130% വളർച്ച. ഇവിടെ സർക്കാരും എണ്ണ കമ്പനികളും ഒരേപോലെ പണം ആരാർക്കും കൂട്ടുചണ്ടയ്ക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇവർ പരസ്പരം ലാഭം വരുമ്പോൾ പങ്കിട്ടെടുക്കുകയും നഷ്ടം വരുമ്പോൾ ഒരുമിച്ച് നിന്ന് ജനങ്ങൾക്കിട്ട് താങ്ങുകയുമാണ് ചെയ്യുന്നത്. എണ്ണ കമ്പനികൾക്ക് നഷ്ടം വരുമ്പോൾ സഹായിക്കാൻ സർക്കാരുണ്ട്, പക്ഷേ ജനങ്ങളെ സഹായിക്കാനാണ് ആരും ഇല്ലാത്തത്. ഗിഗ് വർക്കേഴ്സ് അഥവാ ഡെലിവറി ബോയ്സ്, ടാക്സി ഡ്രൈവർമാർ, കർഷകർ, പച്ചക്കറി വണ്ടി ഓടിക്കുന്നവർ, ഇവരാണ് ഈ വിലവർദ്ധനവിന്റെ പ്രധാന ഇരകളാവാൻ പോകുന്നത്. നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരന് ഇന്ധന വില വർധനവ് എന്നാൽ അത് വണ്ടിയുള്ളവനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിസ്സാരമല്ലാത്ത പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഒരു സാധാരണക്കാരൻ പച്ചക്കറി വാങ്ങാൻ ചെല്ലുമ്പോൾ പച്ചക്കറി വണ്ടിക്ക് വന്ന ചിലവ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ബാധ്യത പച്ചക്കറി വാങ്ങുന്നവന്റെ കീശയിൽ നിന്ന് പോകും. ഇങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ വിലക്കയറ്റം ഒരു ചങ്ങല പോലെ ഓരോ പൗരനെയും തകർത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതില്ലാത്തവർ പെട്രോൾ വില ഇത്തിരി കൂടിയാൽ അത് ഇത്ര വലിയ പ്രശ്നമാക്കണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി നമ്മളെങ്ങാനും സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റിലെ വീഴ്ചകളെ പറ്റി ചോദിച്ചാൽ അത് ഇനി മുതൽ രാജ്യദ്രോഹമായി കണക്കാക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ചോദിക്കാതിരിക്കില്ല. പെട്രോളും ഡീസലും GSTക്ക് പുറത്തു നിർത്തിയത് എന്തിനാണെന്നറിയാമോ? സെൻട്രലിനും സ്റ്റേറ്റിനും തോന്നിയ പോലെ നികുതി പിരിക്കാനാണ്. വില കുറഞ്ഞിരുന്ന സമയത്ത് ആ ലാഭം ജനങ്ങളിലേക്ക് എത്തിക്കാതെ പകരം അത് വലിയ പ്രൊജക്ടുകൾക്കും പരസ്യങ്ങൾക്കുമായിട്ട് ചെലവാക്കി. എന്നാൽ ഇപ്പൊ വില കൂടിയപ്പോൾ സർക്കാർ തങ്ങളുടെ നികുതി വിഹിതം കുറയ്ക്കാൻ തയ്യാറുമല്ല. ആ ബാധ്യത മുഴുവൻ പമ്പിലേക്ക് വരുന്ന സാധാരണക്കാരന്റെ തലയിൽ ഇപ്പോൾ അടിച്ചേൽപ്പിക്കുകയാണ്. അത് താങ്ങാൻ ശേഷിയില്ലെങ്കിൽ വീട്ടിലിരുന്നോളാനാണ് പറയാതെ പറയുന്നത്. സർക്കാരിനോട് ചോദിക്കാൻ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇതാണ്: എന്തുകൊണ്ടാണ് സർക്കാർ ഈ നികുതി പണം ഇത്രയും കാലം ദുരുപയോഗം ചെയ്തത്? എന്തുകൊണ്ട് ഇത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ തയ്യാറെടുക്കാതിരുന്നു? ഇന്ധനവിലയുടെ പിന്നിൽ വലിയൊരു അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കഥയുണ്ട്. സർക്കാർ അതിന് ഉത്തരം പറയണം. എന്തിനാണ് സർക്കാർ ഈ നികുതി പണം ഒഴുക്കുന്നതെന്ന് ചോദിക്കാൻ നമുക്കും അവകാശമുണ്ട്. കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.